ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്. അതുപോലെ ചെറുപ്പമായിട്ട് വരും. ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പ്രതീക്ഷിച്ചേക്കാനൊക്കെ കൂടുതലായിട്ട് ക്രിസ്റ്റഫറിന് മുകളിലായിരിക്കണം. ടീസർ ഇന്ന് രാവിലെ 10 മണിക്ക് മമ്മൂക്കൻ്റെ പേജിലൂടെ റിലീസ് ചെയ്തത് ഒരു ഹോളിവുഡ് സ്റ്റൈലുള്ള മേക്കിംഗ് ആണ്. ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട പോലെ ഒരു ടീസറാണ് ഇറങ്ങിയിരിക്കുന്നത്. ക്രിസ്റ്റഫറിനും കണ്ണൂർ സ്കോഡിനൊക്കെ ശേഷം ഒരു ഗംഭീര സിനിമയായിരിക്കും. ഇതിൽ ഫസ്റ്റ് ഡേ തന്നെ കണ്ട റിവ്യൂ പറയുന്നത് ഞാൻ പറയില്ല, കാരണം കുറേ വിവാദങ്ങൾ ഇന്നലെ ഉണ്ടായാലും. അതുകൊണ്ട് എന്തായാലും റിലീസ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ കണ്ടോളും പതുക്കെ. മമ്മൂക്കൻ ലുക്ക് ഗംഭീര ലുക്കാണല്ലോ. ഇതുവരെ കണ്ടുപറഞ്ഞ സിനിമയെ വെച്ച് നോക്കുമ്പോൾ ടീസർ ലുക്കും വെച്ച് നോക്കുമ്പോഴും ഒരു ബസൂക്ക ആറാടുന്ന സിനിമയായിരിക്കും തന്നെ തിയേറ്ററിൽ. മമ്മൂക്കയുടെ ക്രിസ്റ്റഫറിന് മുകളിലായിരിക്കണം. ബസൂക്കയിൽ മമ്മൂക്ക ആറാടും തന്നെ പറയാൻ പറ്റും. ഹൈ എക്സ്പെക്ടേഷൻ അല്ലേ ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോകുന്നത് മമ്മൂക്കയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബസൂക്ക ഒരുക്കിയിട്ടുണ്ട്, പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ടീസർ. അപ്പോൾ തിയേറ്ററിൽ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. തിയേറ്റർ റിലീസ് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാൻ ശ്രമിക്കും. ടീച്ചർ കുഴപ്പമില്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗൗതം വാസുദേവ മേനോനുണ്ട് മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ. അപ്പോൾ പുള്ളിയുടെ മലയാളം ഡയലോഗ് ഡെലിവറി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. മമ്മൂട്ടിയുടെ നമ്മ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബായ് എന്ന് പറഞ്ഞാൽ അതും ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മൂട്ടിയുടെ ലുക്ക് കണ്ണടയൊക്കെ വെച്ച് മുടി നീട്ടി വളർത്തിയാണ്, അതൊരു രക്ഷയില്ല. എന്തായാലും ഒരു ഹോളിവുഡ് പടത്തിൻ്റെ ട്രെയിലർ കണ്ട പോലെയാണ് തോന്നിയത്. ഒരു ഗെയിമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ വന്നേക്കണേ. എന്തായാലും മമ്മൂട്ടി ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണല്ലോ ചെയ്യണം, ബ്രഹ്മയുഗം പോലെയൊക്കെ. അപ്പോൾ ഇതും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമൊക്കെ ആയിരിക്കും. കണ്ണൂർ സ്കോഡ് പോലെയൊന്നും ആയിരിക്കില്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അല്ല മാസിനൊക്കെ കൂടുതൽ മമ്മൂട്ടിയുടെ സ്റ്റൈൽ. നമ്മൾ ഗ്രേറ്റ് ഫാദറൊക്കെ കണ്ട പോലെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടായിരിക്കും മമ്മൂട്ടി തന്നെ എന്ന് പറഞ്ഞാൽ. മമ്മൂട്ടിയുടെ ലുക്ക് സ്റ്റൈലിഷൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മാസം ഉണ്ടാവും. എന്തായാലും മമ്മൂട്ടിയുടെ ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കര ഒരു ട്രീറ്റ് ആയിരിക്കും. അത്രയും നല്ല ഗ്യാരണ്ടി ആയിട്ട് പറയാം. എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചർ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പ്രതീക്ഷിച്ചേക്കാനൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ടീച്ചർ. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും മമ്മൂട്ടിയുടെ ലുക്കാണ്, 2 ലുക്കിലൊക്കെ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി ബാക്കി വരുമ്പോൾ അറിയാം എവിടെ വരെ പോകുന്നുള്ളത്. ടീസർ ഗംഭീരമാണ്. എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. അത് വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. കാരണം ഒരു കട്ട ഫാനാണ് മമ്മൂക്കയുടെ. അതുപോലെ തന്നെ എല്ലാവരും ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും മമ്മൂക്ക ഫാൻസാണ്. അപ്പോൾ എന്തായാലും ആ ഫാൻസുകാർ ആ സിനിമയെ സ്വീകരിക്കാതിരിക്കുന്ന രോമാഞ്ചം കൊള്ളുന്ന ടീച്ചറായിപ്പോയി. എന്തായാലും അടിപൊളി ലുക്ക്, വേറെ ലുക്കാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും ഗെറ്റപ്പ് അടിപൊളിയാണ്. ഈ പ്രാവശ്യം എന്തായാലും ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്. അതുപോലെ ചെറുപ്പമായിട്ട് വരികയാണ്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് ഈ കാലം വരെ മെഗാസ്റ്റാർ എന്ന് പറഞ്ഞ മമ്മൂക്കയാണ്. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. അടിപൊളി, സൂപ്പർ. എന്തായാലും അത് ഒരു നല്ലൊരു മൂവി ആയിരിക്കും, നല്ലൊരു പ്രതീക്ഷയുള്ളൊരു മൂവി ആയിരിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും.